പശ്ചിമേഷ്യ യുദ്ധ ഭീതിയിലാണുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം ഓരോ ദിനങ്ങൾ കഴിയും തോറും മോശപ്പെട്ട സാഹചര്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമെന്നാണ്. ഇന്നത്തെക്കാളും മോശമായിരിക്കും നാളെ, നാളത്തെക്കാളും മോശമായിരിക്കും മറ്റന്നാളെ, ഈ വർഷത്തെക്കാളും പ്രതിസന്ധികൾ നിറഞ്ഞ വർഷമായിരിക്കും തൊട്ടടുത്ത വർഷങ്ങൾ. ഈ രൂപത്തിലാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാലം അതിന്റെ അവസാനത്തോടടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ കലുഷിതമാകും, യുദ്ധങ്ങൾ കൊടുമ്പിരി കൊള്ളും, വലിയ സംഘട്ടനങ്ങളും വലിയ വലിയ പ്രതിസന്ധികളും ലോകത്ത് കടന്നു വരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടുകളായി ജൂതന്മാർ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ഫലസ്തീനികൾക്ക് ഭക്ഷണമില്ല, മരുന്നില്ല, വസ്ത്രമില്ല, ചികിത്സയില്ല, ഹോസ്പിറ്റലില്ല. ഈ രൂപത്തിൽ പ്രയാസങ്ങൾ സഹിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ മുമ്പിൽ രണ്ട് വിഷയങ്ങൾ മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഒന്ന്, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ അമ്പിയാക്കളുടെ ലഅനത്ത്, ശാപം ഏറ്റുവാങ്ങിയവരാണ് ജൂതന്മാർ. മഹാന്മാരായ അംബിയ മുർസലീങ്ങളെ കൊന്നുകളഞ്ഞവരാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള, യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള നബിമാരെ കൊന്നുകളഞ്ഞവരാണ് അവർ. മുസ്ലിമീങ്ങൾക്കെതിരെ ഏത് കാലത്തും വഞ്ചനയും ചതിയും പ്രയോഗിച്ചവരാണവർ. അറിയോ നിങ്ങൾക്ക്, നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും ഭക്ഷണത്തിൽ, മാംസത്തിൽ വിഷം കലർത്തി കൊന്നുകളയാനുള്ള കുൽസിതമായ ശ്രമങ്ങൾ ഒരു ജൂത സ്ത്രീ എടുത്ത വിഷയം നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു ജൂതൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ മലയുടെ മുകളിൽ നിന്നൊരു വലിയ പാറക്കല്ല് തൊടുത്തുവിട്ട് കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ രൂപത്തിൽ ഏത് കാലത്തും ജൂതന്മാർ അതേ മുസ്ലിമീങ്ങൾക്കെതിരെ വഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്, അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ചില മനുഷ്യന്മാർ അങ്ങനെയാണ്, നന്നാവില്ല, ശാപമേറ്റവരാണ്, കുരുത്തക്കേട് വാങ്ങിയവരാണ്. വളരെ കൃത്യമായി ഖുർആൻ അത് പറഞ്ഞു. ഞാൻ എന്റെ ഭാഷ പറയുകയല്ല. ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മർയം ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. മഹാനരായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒക്കെ ശാപമേറ്റു വാങ്ങിയവരാണ് സാക്ഷാൽ ജൂതന്മാർ. അവർ മുസ്ലിമീങ്ങൾക്കെതിരെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അന്തിമ വിജയം മുസ്ലിമീങ്ങൾക്കാണ്, അന്തിമ വിജയം മുസ്ലിമീങ്ങൾക്കാണ്. ഇപ്പൊ ഇറാൻ വിജയിക്കോ, ഫലസ്തീന് പരാജയപ്പെടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രവചനങ്ങൾ ഒരു പക്ഷേ മാറാനും പ്രവചനങ്ങളൊക്കെ പല രൂപത്തിലും കേടമറിയാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവസാനം മുസ്ലിമീങ്ങൾക്കാണ് വിജയം. ആ അവസാനം എപ്പോഴാണ് അത് നാം കണ്ടറിയേണ്ടതാണ്, പ്രതീക്ഷിക്കേണ്ടതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അതേ ലാ തഖൂമുസ് സാഅ ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽ യഹൂദ്. മുസ്ലിമീങ്ങൾ ജൂതന്മാർക്കെതിരെ യുദ്ധം ചെയ്യാത്ത കാലത്തോളം അന്ത്യദിനം ഇവിടെ സംഭവിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഹത്താ യഖ്തബിഅൽ യഹൂദിയ്യു മിൻ വറാഇൽ ഹജരി വശജർ. അതേ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ മുസ്ലിം പട്ടാളത്തിന്റെ മുമ്പിൽ, മുസ്ലിമീങ്ങളുടെ അറ്റാക്കിന്റെ മുമ്പിൽ അവസാനം ജൂതന്മാർ പേടിച്ച് വിറച്ച് കല്ലിന്റെ പിന്നിലും അതുപോലെ തന്നെ മരത്തിന്റെ പിന്നിലും ബങ്കറിന്റെ ഉള്ളിലുമൊക്കെ അഭയം തേടും. പക്ഷേ ഫയഖൂലുൽ ഹജറു വശജർ, എല്ലാ കല്ലുകളും എല്ലാ മരങ്ങളും വിളിച്ചു പറയും, യാ മുസ്ലിം ഹാദാ യഹൂദി, ഓ മുസ്ലിമേ, ഇതാ ഇവിടെ ഒരു യഹൂദിയുണ്ട്, ഖൽഫി, എന്റെ പിന്നിൽ ഇതാ ഒരു യഹൂദി ഒളിച്ചു നിൽക്കുന്നുണ്ട്, തആൽ കടന്നു വരൂ, ഫഖ്തുൽഹു, കൊന്നുകളയൂ എന്ന് എല്ലാ കല്ലും മുള്ളും മരവും വസ്തുക്കളും വിളിച്ചു പറയുമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്ന് പറയുന്ന മരം ഒഴിച്ച് ഫഇന്നഹു മിൻ ശജറിൽ യഹൂദ്, അത് ജൂതന്മാരുടെ മരമാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഗർഖദ് കൃഷി ഇന്ന് അവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏത് സൈറൺ മുഴങ്ങിയിട്ടും കാര്യമില്ല, ഏത് ബങ്കറിൽ ഒളിച്ചിട്ടും കാര്യമില്ല, ജൂതന്മാർക്ക് കടുത്ത നാശം വരുന്നുണ്ട് എന്ന് മുത്തുനബി പറഞ്ഞതാണ്. അത് നടന്നിരിക്കും. അത് എപ്പോൾ നടക്കുമെന്നുള്ളത് നാം പ്രതീക്ഷിച്ച് കാണേണ്ടതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു ആയത്തിൽ നിന്നും ഈ ഒരു ഹദീസിൽ നിന്നും നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ഖുത്ബയിൽ പറഞ്ഞത്, കാലത്തിന്റെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദീർഘമായ യാത്രയാണ് എനിക്കും നിങ്ങൾക്കും പോകാനുള്ളത്. നമ്മുടെ
കയ്യിലുള്ള വിഭവങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് ആത്മീയമായി മുന്നേറാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അള്ളാഹുവിലേക്ക് അടുക്കണം, സുഹൃത്തങ്ങളിൽ വ്യാപൃതരാകണം, തെറ്റുകുറ്റങ്ങളിൽ മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായി ദീനുൽ ഇസ്ലാമിനോട് ആ പ്രതിബദ്ധത വേണം. ദീനിയായ കാര്യങ്ങൾ നാം മുന്നോട്ട് വരണം. ഇൽമു പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും പള്ളി, മദ്രസ, സ്ഥാപനങ്ങളടക്കമുള്ള വിശുദ്ധമായി ദീനുൽ ഇസ്ലാമിന്റെ കർമ്മങ്ങളുമായി, കാര്യങ്ങളുമായി, സ്ഥാപനങ്ങളുമായി നാം ബന്ധപ്പെടുകയും നാം അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു തആല ശാന്തിയും സമാധാനവും നൽകട്ടെ.